മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനമ്മയാണെങ്കിൽ ചെയ്തുപോയ മഹാപാപത്തെക്കുറിച്ച് ആലോചിച്ച് പൊട്ടിക്കരയാണ്. ഒരു മൂർഖം പാമ്പ് തന്റെ ദേഹത്ത് വന്ന് കടിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ സ്വയം ശപിക്കുന്നു. ഈ സമയം ലേഖയാണെങ്കിൽ കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്. തൊട്ടിയിൽ നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. അയ്യോ, മോൾ എവിടെ പോയി, ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റോ എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ ജാനമ്മയെ വിളിക്കുകയാണ്. ജാനമ്മയാണെങ്കിൽ വരുന്നത് കാണുമ്പോൾ, അല്ല ജാനമ്മേ, കുഞ്ഞ് ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റോ? ഞാനൊന്ന് കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല ഉറക്കമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ, മോളെ കുഞ്ഞ് എഴുന്നേറ്റോ? ജാനമ്മേ, നിങ്ങൾ എന്തീ പറയുന്നത്? കുഞ്ഞെവിടെ? ഞാൻ പാല് തയ്യാറാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയിരിക്കുകയായിരുന്നു. എന്ത് പാലുണ്ടാക്കാനോ? ഞാൻ പാല് കൊടുത്തിട്ടല്ലേ കുഞ്ഞിനെ കിടത്തിയത്? അല്ല, കരയുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? കുഞ്ഞെവിടെ? നിങ്ങളത് നോക്കാൻ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ എനിക്കറിയില്ല, സത്യം പറ, നിങ്ങൾ കുഞ്ഞിനെ ആർക്കെടുത്തു കൊടുത്ത്? മുൻവശത്തെ വാതിൽ അടച്ചില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലേഖയാണെങ്കിൽ ആകെ പാനിക് ആവുകയാണ്. മോളെ, ഇല്ല, ഞാൻ അടുക്കളയിൽ കുഞ്ഞുറങ്ങല്ലെന്ന് പറഞ്ഞ് ജോലി ചെയ്യാനായിട്ട്. ഒന്നും പറയണ്ട. നീലമോളെ എന്ന് വിളിച്ചുകൊണ്ട് അവളാണെങ്കിൽ പുറത്തേക്കൊക്കെ പോയിട്ട് ഒരു ഭ്രാന്തിയെ പോലെ അലറി വിളിക്കുന്നു. ഈ സമയം ജാനമ്മയാണെങ്കിൽ ഈ കാഴ്ചയെല്ലാം കണ്ട്, എൻ്റെ ഈശ്വര, ഞാനിത് എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. അങ്ങനെ നീലമോളെ എന്ന് വിളിച്ചുകൊണ്ട് ലേഖയാണെങ്കിൽ പൊട്ടിക്കരയാണ്. അങ്ങനെ അവിടേക്ക് അനന്തുവാണെങ്കിൽ പർച്ചേസൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. അവരാണെങ്കിൽ കാറ് നിർത്തുന്ന സമയത്ത്, ആഹാ, രണ്ടാളും പുറത്തുണ്ടല്ലോ എന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് പോകുമ്പോൾ, അനന്തുവേട്ട, നീലമോളെ കാണുന്നില്ല. എന്ത്, നീലമോളെ കാണുന്നില്ലെന്നോ? അതെ, ജാനമ്മയെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോയത്, പക്ഷെ കാണുന്നില്ല. അനന്തുവാണെങ്കിൽ ഞെട്ടിത്തെരിച്ചങ്ങനെ നിൽക്കുകയാണ്. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ദേ, ഇവരെല്ലാത്തിനും കാരണം. ഇവര് കുഞ്ഞിനെ എടുത്തിട്ട് ആർക്കോ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട്, ലേഖേ, നീ എന്തൊക്കെയാ പറയുന്നത്? അതെ, ഇവരെ സംശയിക്കണം. ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോയത്. മുൻവശത്തെ വാതിൽ അടച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇവർ തന്നെ അതിന് പിന്നിലെന്നൊക്കെ പറയുമ്പോൾ, സാറേ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ തന്നെ പെൺകുട്ടികൾ പറയുള്ളൂ എന്നൊക്കെ ജാനമ്മ പറയുന്നു. അല്ല, എന്താ സംഭവിച്ചത് ശരിക്കും? കുഞ്ഞിനെ കിടത്തിയിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു അനന്തവേട്ട. ഇവരോട് നോക്കാൻ പറഞ്ഞതാ. ചോദിച്ചപ്പോൾ ഇവര് പാലുണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് കയറിയെന്നാ പറഞ്ഞത്. പക്ഷെ ഇവര് എന്തോ ഉടായിപ്പ് ഒപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് ലേഖ. അങ്ങനെ ജാനമ്മ പറയുന്നുണ്ട്, സാറേ, മുൻവശത്തെ ഡോറ് തുറന്നിട്ടിട്ടില്ല. ആരെങ്കിലും കുഞ്ഞിനെ എടുത്തിട്ട് പോയതായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. കുഞ്ഞിന് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാ, ഭഗവാനെ, ആരായിരിക്കും, എന്തായിരിക്കും ഇതിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് ലേഖയാണെങ്കിൽ വിഷമിക്കുമ്പോൾ, നീ ടെൻഷൻ അടിക്കാതിരിക്കെ, മഹിയെയും കടഞ്ഞയും ഇപ്പൊ അറിയിക്കേണ്ട, അവര് വിളിച്ചാലും ഫോൺ എടുക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്ത് വേണമെങ്കിൽ പുറത്തേക്ക് ഓടുകയാണ്. അനന്തുവേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് ലേഖയും പോകുന്നു. ഇതൊക്കെ കണ്ട് ജാനമ്മയ്ക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. അവരാണെങ്കിൽ ഒരു മൂലയ്ക്ക് ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. ശേഷം രേഖ അനന്തുവിനോട് പറയുന്നുണ്ട്, അനന്തേട്ടാ, ഞാനും വരുന്നു, ഒറ്റയ്ക്ക് പോവല്ലേ എന്ന്. വേണ്ട, നീ ഇവിടെ നിൽക്ക്. അങ്ങനെ അനന്ത് പോയതിനു ശേഷം രേഖയാണെങ്കിൽ ജാനമ്മയെ തുറച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, സത്യം പറ, നിങ്ങളല്ലേ കുഞ്ഞിനെടുത്ത് കൊടുത്തത്? നിങ്ങൾ ജോലിക്ക് വെച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാ, വെക്കണ്ട എന്ന്. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടെന്ന്. നിങ്ങൾ തന്നെ അതിന് പുറകിൽ നിന്നൊക്കെ പറയുമ്പോൾ, അയ്യോ മോളെ, ഞാൻ എന്തിനാ കുഞ്ഞിനെടുത്ത് കൊടുക്കുന്നതെന്നൊക്കെ ജാനമ്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. അങ്ങനെ ലേഖയാണെങ്കിൽ സകല നിയന്ത്രണവും വിട്ട് പൊട്ടിക്കരയുന്നുണ്ട്, നീലമോളെ എന്ന് വിളിച്ചുകൊണ്ട്. കൂടെ ജാനമ്മയും. ശേഷം തോമസ് സാറിന്റെ അടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാർക്കോയോട് ഒരു സായിപ്പിനെ വിളിച്ചിട്ട് വരാനൊക്കെ തോമസ് സാറ് പറയുകയാണ്. ശരി സാറേ, ഞാൻ ഇപ്പൊ തന്നെ അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം. പിന്നെ എന്നെ സഹായിക്കും കൂടി വേണമെന്നൊക്കെ തോമസ് സാറ് പറയുന്നു. മർമ്മമൊക്കെ കുറച്ച് വശമുള്ളതല്ലേ? അതെ. പെട്ടെന്നാണ് അനന്തു മാർക്കോയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അനന്തു സാറാ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും, എടുത്ത് സംസാരിക്കുന്നു പറയുമ്പോൾ, എന്താ സാറേ? മാർക്കോ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അത് കണ്ണന്റെ കുഞ്ഞിനെ കാണുന്നില്ല. എന്ത്, കാണുന്നില്ലെന്നോ? അതെ, ഉറക്കി കിടത്തിയ കുഞ്ഞായിരുന്നു, പിന്നെ കാണുന്നില്ല. ലേഖ കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു. ജോലിക്കാരിയാണെങ്കിൽ അടുക്കളയിലായിരുന്നു. സാറേ, എന്തൊക്കെയാ പറയുന്നു? മാർക്കോ ഇപ്പോ എവിടേക്കെങ്കിലും പോവാൻ നിൽക്കുകയാണോ? അതെ, തോമസ് സാർ ഒരു ജോലി പറഞ്ഞിരുന്നു. ശരി, എങ്കിൽ പിന്നെ ഞാൻ കുഞ്ഞിനെ അന്വേഷിച്ച് പോട്ടെ. സാർ എവിടെ ഇപ്പോൾ നിൽക്കുന്നത്? ഞാനിപ്പോൾ ജംഗ്ഷനിലുണ്ട്. ശരി, സാർ അവിടെ തന്നെ നിൽക്ക്, ഞാൻ പറ്റിയാൽ വരാം എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുകയാണ്. തോമസ് സാർ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? അത് കണ്ണൻ സാറിന്റെ കുഞ്ഞിനെ കാണുന്നില്ലെന്ന്. ഈശ്വര, ആരാ ഇതിന് പിന്നിൽ? അറിയില്ല, ഞാൻ എത്രയും പെട്ടെന്ന് അനന്തു സാറിന്റെ അടുത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. തോമസ് സാർ ആണെങ്കിൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്, കുഞ്ഞിനൊരു ആപത്തും പറ്റല്ലേ എന്ന്. അങ്ങനെ കണ്ണനും മഹിയും വീണ്ടും ഓഫീസിലേക്ക് എത്തുകയാണ്. മഹി കണ്ണനോട് പറയുന്നുണ്ട്, കുഞ്ഞിനെ കാണാതെ എത്ര നേരം ഇരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കണ്ണേട്ടാ. പോറ്റമ്മയുടെ അവസ്ഥ അതാണെങ്കിൽ പെറ്റമ്മയുടെ അവസ്ഥ പറയണ്ടല്ലോ. ദേ നോക്ക്, കുഞ്ഞുങ്ങളെ 10-20 വയസ്സായ കല്യാണം കഴിഞ്ഞ് പോകും, അല്ലെങ്കിൽ ഹോസ്റ്റൽ ജീവിതമൊക്കെ ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും. അപ്പൊ പിന്നെ ഈ അവസ്ഥ തന്നെ ആയിരിക്കില്ലേ നമ്മൾ തരണം ചെയ്യേണ്ടത്? അതെ, 10-20 വയസ്സായിട്ടുള്ള വലിയ കുട്ടികളുടെ കാര്യമല്ലേ കണ്ണേട്ടൻ നീ പറയുന്നത്? ഞാൻ നമ്മുടെ പൊടിക്കുഞ്ഞിനെ കുറിച്ചാണ് പറഞ്ഞത്. പൊടിക്കുഞ്ഞുങ്ങൾ നാളെ വലുതാകുമല്ലോ, അതുകൊണ്ടാ പറയുന്നത് 2-3 കുഞ്ഞുങ്ങൾ വേണമെന്ന്. അങ്ങനെ കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭാഗ്യമാണല്ലോ മഹി. നീ താൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത്
ഒരു പുരുഷൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. സുന്ദരിയും ആരോഗ്യവതിയുമായ തനിക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം തരാനായിട്ട് എന്നെക്കൊണ്ട് കഴിഞ്ഞില്ലായിരുന്നു. കുറെ സ്വർണം തന്ന് കൂടെ കൂട്ടി, അതും എന്നെ നോക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞ കുറ്റബോധം കൊണ്ട് മനസ്സ് ഒരുപാട് നീറിയിരുന്നു. അവിടെ നിന്നാണ് കയ്പേറിയ യൗവനത്തിൽ നിന്നും കുട്ടിക്കാലത്തിൽ നിന്നും നല്ലൊരു ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും പിന്നീട് ഇതിപ്പോ എല്ലാം കൊണ്ടും കുഞ്ഞും സന്തോഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതിൽ നമ്മൾ തൃപ്തിപ്പെടണം. ഇനിയിപ്പോ കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിലും എങ്ങനെയൊക്കെ നമുക്ക് ഭാഗ്യം തരുന്ന ദൈവം ലേഖയെയും അനന്തുവിനെയും മാത്രം വിട്ടുകളഞ്ഞു. അവരെക്കുറിച്ച് ഒരിക്കലും മറക്കരുതെന്നൊക്കെ പറയുമ്പോൾ ശരിയാ, പാവങ്ങൾ. അനന്തുവിനെ കുറിച്ച് കണ്ണൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞ അവന് ഒരുപാട് പൈസയുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. പക്ഷെ ഒരു കുഞ്ഞും, അത് മാത്രമാണ് അവരുടെ ജീവിതത്തിലൊരു കുറവ് എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ വിഷമിക്കുകയാണ്. കുഞ്ഞിപ്പോ ഉറങ്ങുമായിരിക്കും എന്നൊക്കെ മഹിയോട് കണ്ണൻ ചോദിക്കുമ്പോൾ ആയിരിക്കും, ഉറക്കത്തിന്റെ സമയമല്ലേ, പാല് കുടിച്ച് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. എന്തായാലും കുഞ്ഞിനെ പാല് കുടിപ്പിക്കാനായിട്ട് ജാനമി ഏൽപ്പിച്ചിട്ടുണ്ടാവില്ല. കാരണം അന്ന് ആ അപകടം ഉണ്ടായതാണല്ലോ. അതുകൊണ്ട് ലേഖ തന്നെയായിരിക്കും ആ ഡ്യൂട്ടിയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ മഹി പറയുന്നു. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഈ വിവരം അറിഞ്ഞ് ആകെ വിഷമത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദുർഗ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അല്ല മോളെ, സാഗർ എങ്ങോട്ടാ കാർ എടുത്തിട്ട് ധൃതിയിൽ പാഞ്ഞു പോയത്? അതോ അമ്മ ഒന്നും അറിഞ്ഞില്ല? നിങ്ങളൊക്കെ തന്നെയല്ലേ ഇതിന് പുറകിൽ? എന്താ മോളെ കാര്യം എന്താന്ന് വെച്ചാ പറ. കണ്ണേട്ടന്റെ കുഞ്ഞിനെ കാണുന്നില്ല. എന്താ പറ്റിയേ? ആരാ ആരാ കുഞ്ഞിനെ എടുത്തിട്ട് പോയത്? അത് അറിയില്ല. ജോലിക്കാരി ലേഖേച്ചി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ജോലിക്കാരി സൂക്ഷിക്കണം. അവര് കുഞ്ഞിനെ ആർക്കെങ്കിലും എടുത്തു കൊടുത്തതാണെങ്കിലോ? ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. അമ്മയും ഇതിന് പുറകിലുണ്ടോ? ഇതിന് പുറകിൽ ആരാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ മഞ്ജു പറയുമ്പോൾ കരുണയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഒരു ചുമരിനപ്പുറത്ത് നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദുർഗ പറയുന്നുണ്ട്, മോളെ എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാൻ ഇതിന് പുറകിലില്ല. കുഞ്ഞിനെ ആർക്കെങ്കിലും ഏതെങ്കിലും ഭിക്ഷക്കാരന്റെ കയ്യിൽ കിട്ടിയ ഈശ്വര, ആലോചിക്കാൻ പോലും വയ്യ. അമ്മേ ഇങ്ങനെയൊന്നും പറയാതിരിക്കുക, കുഞ്ഞിനൊരു ആപത്ത് സംഭവിക്കില്ല. കരുണയാണെങ്കിൽ ഇതൊക്കെ കേട്ട് മനസ്സറിഞ്ഞ് ചിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ മുതലേ ഞാൻ മനസ്സിൽ കണ്ടതാ എന്തെങ്കിലുമൊക്കെ ആപത്ത് സംഭവിക്കുമെന്ന്. കണ്ണേട്ടനൊരു കൂട്ടായിട്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നത്, അല്ലാതെ ഒട്ടും ആഗ്രഹം ഉണ്ടായിട്ടല്ല. ആ ഉണ്ണിയെയും അവന്റെ ഭാര്യയെയും കാണാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അവരുടെ മുഖം കണ്ടാൽ തന്നെ അന്നത്തെ ദിവസം പോക്കണമെന്നൊക്കെ പറയുമ്പോൾ നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അവിടെ നിന്നും സന്തോഷത്തോടെ പോകുന്നു. മോളെ ഇനിയിപ്പോ എന്താ ചെയ്യാ അറിയില്ല. കണ്ണേട്ടനും ഏട്ടത്തിയും ഇതുവരെയും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. കുഞ്ഞിനെ അന്വേഷിക്കണ്ടേ? അനന്തുവേട്ടനും മാർക്കോയൊക്കെ തന്നെ ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്നിങ്ങനെ മഞ്ജു പറയുന്നു. ആ വാമദേവനും പ്രതാപനും ഒന്നും ചെയ്യാൻ മടിക്കില്ല. എന്തായാലും ജയിൽ ജീവിതം കാത്ത് കഴിയുന്നവരാ, എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ മടിക്കില്ല മോളെ. അവർ ഏതറ്റം വരെ പോകുമെന്നും ദുർഗ പറയുന്നു. എങ്കിൽ പിന്നെ അവരുടെ അവസാനമാണെന്നൊക്കെ മഞ്ജുവും പറയുന്നുണ്ട്. ശേഷം പ്രതാപനാണെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതാപ എന്തിനാണ് എങ്ങനെ ചിരിക്കുന്നത്? കാര്യം എന്താന്ന് വെച്ചാൽ പറ. അമ്മേ ഞാനല്ല ചിരിക്കുന്നത്, അവിടെ ആ കമലേശ്വരം വീട്ടിൽ എന്റെ മോളായിരിക്കും മനസ്സറിഞ്ഞിപ്പോ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവുക. എടാ നീ എന്തൊക്കെയാ പറയുന്നത്? കാര്യം പറ. അതെ അമ്മേ, ആ കടന്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞിനെ ഇപ്പോ എവിടെയെന്ന് പോലും അറിയില്ല. അവർക്കിനി ആ കുഞ്ഞിന്റെ പൊടി പോലും കാണാൻ കിട്ടില്ല എന്നൊക്കെ പ്രതാപം പറയുന്നു. ഈ മുത്തശ്ശിയാണെങ്കിൽ എടാ നീ എന്തീ പറയുന്നേ? അതേ അമ്മേ, 100% സക്സസ് ആണ്. ഈ ഓണം നമ്മുടെ മോൾ ചിരിക്കും, അവർ കരയും. ഇപ്പോ അവരെല്ലാവരും ചേർന്ന് കുഞ്ഞിനു വേണ്ടി പരക്കം പാഞ്ഞ് നെട്ടോട്ടോടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ പറയുന്നു. അത് കേട്ടാ മതിയടാ, നമ്മുടെ മോൾ സന്തോഷിച്ചാൽ മാത്രം മതി. എടാ ഇനിയിപ്പോ നമ്മളെ സംശയിക്കില്ലേ? സംശയിച്ചോട്ടെ, സംശയിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. എന്തായാലും ജയിൽ ജീവിതം എന്നെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ജയിലിൽ കഴിയുന്ന എന്നെ കാണാനായിട്ട് എന്റെ മോള് വരുന്ന സമയത്ത് അവളുടെ മുഖം ചിരിച്ചിട്ടായിരിക്കണം. കരഞ്ഞു തളർന്നു വരുന്ന മോളെ കാണാനായിട്ട് എനിക്ക് താല്പര്യം. എന്റെ മോൾ സന്തോഷവതിയായിട്ടിരുന്നാൽ മാത്രം മതിയെന്നൊക്കെ പ്രതാപൻ പറയുന്നു. അങ്ങനെ മോഹിനിയാണെങ്കിൽ ക്ഷേത്രത്തിലേക്കൊക്കെ പോയിട്ട് വരികയാണ്. ദേ വരുന്നുണ്ട്. ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത്. അറിയാനാവുന്നതേ ഇല്ലേ ഉള്ളൂ. എന്താടി ആ വയസ്സായ പൂജാരിയുടെ മോനെ നീ കണ്ടോ? നിങ്ങൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് തന്നെയാ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചടി കിട്ടുന്നത്. തിരിച്ചടി കിട്ടും, വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നീയൊക്കെ നോക്കിക്കോ, നീയൊന്നും മനസ്സിൽ പോലും കരുതാത്ത തിരിച്ചടിയായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോ ദേ ദൈവങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ട്. അതുകൊണ്ടേ നിങ്ങൾ ചതിയൊക്കെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് ആ ദൈവങ്ങൾക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ അഹങ്കരിച്ചോടി. നീയൊക്കെ ആ മൂത്ത മോളെ കണ്ടിട്ടല്ലേ അഹങ്കരിക്കുന്നത്. ഇപ്പൊ നിന്റെ രണ്ടാമത്തെ മോളും സ്വാർത്ഥയായിരിക്കുകയാണ്. ഇനി ജയിൽ പുള്ളിയായിട്ടുള്ള അച്ഛനെ കൊണ്ട് യാതൊരു ഉപകാരം ഇല്ലെന്ന് മനസ്സിലാക്കിയ ആ കരുണയുണ്ടല്ലോ, അവളും എല്ലാം കൊണ്ടും മാറി കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ മോഹിനിക്കാണെങ്കിൽ എന്തൊക്കെയോ ഒരു പന്തികേട് മണക്കുകയാണ്. ഈ സമയം കുഞ്ഞുമായിട്ട് ഒട്ടുപാലാണെങ്കിൽ ആ ഡ്രൈവറോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വിടടാ, ഇതിനെ എത്തിക്കേണ്ടവിടെ എത്തിച്ചിട്ട് വേണം ക്യാഷുമായിട്ട് മുങ്ങാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ഡ്രൈവറെ ധൃതി കൂട്ടുകയാണ്. അപ്പൊ കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.